ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സക്സസ് PSC മലയാളം. അപ്പം നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത്? LGS ബേസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം തുടങ്ങിയാലോ? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജി, പാഞ്ചാലി ശപഥം. ഇതിൽ പാഞ്ചാലി ശപഥമാണ് വള്ളത്തോളിൻ്റെ കൃതി അല്ലാത്തത്. എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജി ഇത് മൂന്നും വള്ളത്തോളിൻ്റെ കൃതികളാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏത്? താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏത്? അവകാശ സംരക്ഷണം. അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം ജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ്. മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക് ഹിമാലയ പർവ്വതം, പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് ബംഗാൾ ഉൾക്കടൽ, വടക്ക് അറബിക്കടൽ. ഇതിൽ ശരിയായ ഉത്തരം ബി ആണ്. 1 സി. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ജാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. കൽക്കരി, വേലിയോർജം, ജൈവവാതകം, പെട്രോളിയം, സൗരോർജം. ഇതിൽ 2, 3, 5 സി ആണ് ശരി ഉത്തരം. 2 വേലിയോർജം, 3 ജൈവവാതകം, 5 സൗരോർജം. ഇതാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതും ചിലവ് കുറഞ്ഞതും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമായ താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? നെല്ല്, ഗോതമ്പ്, കടുക്, പുകയില, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല. ഇതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് 2, 3, 4, 5 ആണ്. 2 ഗോതമ്പ്, 3 കടുക്, 4 പുകയില, 8 പഴവർഗ്ഗങ്ങൾ. ഇതൊക്കെയാണ് ഖാരിഫ് വിളകൾ അല്ലാത്തത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി.
കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത്. കരിമ്പ് വിളയെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത് എന്നതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 19. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-ാം തീയതി. 2023 ജൂലൈ 14-ാം തീയതിയാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42-ാം ഭേദഗതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4-ൽ എ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4-ൽ എ. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226. 32 സുപ്രീം കോർട്ടിൻ്റെ. INA രൂപീകരിച്ചത് ആരായിരുന്നു? INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ശാരദാ സദൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകരിച്ച വർഷം 1969. ഇന്ത്യയുടെ അഭിമാനമായ ISRO രൂപീകരിച്ച വർഷം 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. ദേശീയ ഗീതമായ വന്ദേമാതരം ഏതു കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11. കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? VP മേനോൻ.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് VP മേനോൻ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചതാര്? ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏതു നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. പാത്രക്കാട് വെള്ളച്ചാട്ടം ഏതു നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല കണ്ണൂർ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? വയനാട്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാര്? വൈകുണ്ഠ സ്വാമികൾ. നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. സവർണ ജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. സവർണ ജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായ്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇതു രചിച്ചത് സർദാർ KM പണിക്കർ. കേരളസിംഹം എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ചു നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആനി ബെസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ചു നടന്നു. അധ്യക്ഷൻ ആനി ബെസന്റ്. പ്രത്യക്ഷ രക്ഷാ സഭ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് കുമാരഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ്. അത് വൈറസ് രോഗമാണ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ്
ഗോയിറ്റർ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി. തെന്നി നീങ്ങുന്ന അസ്ഥി. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി. തെന്നി നീങ്ങുന്ന സന്ധി. കേരളത്തിൽ ശിശുമാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. കേരളത്തിൽ ശിശുമാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സൻ്റെ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സൻ്റെ പുസ്തകം നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തെർമോപ്ലാസ്റ്റിക്കിനു ഉദാഹരണം? പോളിസ്റ്റർ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം പോളിസ്റ്റർ. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? സംവഹനം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? സംവഹനം. സമതല ദർപ്പണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളല്ലാത്തത് ഏവ? വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബവും. പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഇതിൽ സി ആണ് ശരിയുത്തരം. 2, 3 മാത്രം. പ്രതിബിംബത്തിൻ്റെ വലിപ്പവും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 ദിവസം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 27 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതു തരം ചലനമാണ്? വർത്തുള ചലനം. പെൻസിലിൽ കോമ്പസ് ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതു ചലനമാണ്? വർത്തുള ചലനം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിൻ്റെ അവസ്ഥ? നീരാവി. ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിൻ്റെ അവസ്ഥ? നീരാവി. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനുള്ള അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം? ഏഴോം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം? ഏഴോം. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ നെഗറ്റീവ്. പ്രോട്ടോൺ ചാർജ് ഇല്ല. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതിൽ ശരിയായവ 1, 3 ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത്? ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. ജലത്തിലെ ഘടകമൂലങ്ങൾ? ഹൈഡ്രജൻ, ഓക്സിജൻ. ജലത്തിലെ ഘടകമൂലങ്ങൾ? ഹൈഡ്രജൻ, ഓക്സിജൻ. Thank you for watching. Please share, like, subscribe. Thank you.